അഭിനന്ദനെ അനുവാചകൻ സുഹൃത്ത് അവസരത്തിൽ തന്ന സംഘാടകരെ ഉന്നത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനെത്തിയ മാന്യ സഹോദരൻ കല്ലുവിള ശ്രീകൃഷ്ണസ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് പരിപാവനമായ ഈ ക്ഷേത്ര സമിതി ഞങ്ങൾക്ക് ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ആദരണീയരായ ബഹുമാനിയായ ക്ഷേത്രയോഗ ഭാരവാഹികൾക്ക്, സംഘാടകർക്ക്, പ്രവർത്തകർക്ക്, ഈ പരിപാടിയുടെ ബാധ്യത ഏറ്റെടുത്ത ബഹുമാനിയായ ശാന്തി പൂജ ശാന്തിമഠം നെല്ലേരി അവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, ആദരണീയരായ മറ്റെല്ലാ സംഘാടകർക്കും പ്രവർത്തകർക്കും ഈ പരിപാടി ആസ്വദിച്ച് ഞങ്ങളെ അനുകരിച്ച് ആസ്വദിക്കാനിരിക്കുന്ന നല്ലവരായ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടി ആരംഭിക്കും. 64ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരി നടത്തിയ കഥാപ്രസംഗ വിലയിരുത്തലിൽ ശ്രീനാരായണ ഗുരുദേവ ചരിതം കഥാപ്രസംഗമായി അവതരിപ്പിച്ചതിന് ഗുരുദേവ അനുഗ്രഹത്താൽ 1ാം സ്ഥാനമായ 5001 രൂപയും പുരസ്കാരവും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഈ കഥ ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ യുവതലമുറ ഉദ്ദേശിക്കുന്ന പോലെ ശൃംഗാരരംഗങ്ങളോ ഇന്നത്തെ TV മാധ്യമങ്ങൾ കാണുന്നത് പോലെ ഹാസ്യരംഗങ്ങളോ അധികം കാണുകയില്ല. അത് ഉൾപ്പെടുത്തി പറയാൻ സാധ്യവുമല്ല. ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്നും ഈ കാലഘട്ടത്തിൽ ആ തത്വങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി തികച്ചും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഈ കഥ ആസ്വദിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നപേക്ഷിക്കുക. കഥാപ്രസംഗ വേദിയിൽ നിരവധി വ്യത്യസ്തങ്ങളായ കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേകതയെ ചുവടുപിടിച്ചുകൊണ്ടാണ് നാളിതുവരെ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചത്. അതിൽ നിന്നും തികച്ചും വ്യതിരിക്തമായ, തീർത്തു പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിത കഥ, ദൈവതുല്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അഭൗമിക തേജസ്വിയുടെ കഥ. അത്യുത്തരസ്യ ദിശിദേവതാത്മാ ഹിമാലയോ നാമ മഗാധിരാജ. പർവ്വതങ്ങളിൽ പരമശ്രേഷ്ഠൻ ഹിമാലയമാണ്. ആ ഹിമാലയം ഏറെ സമാനായ വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോടുകൾ കണ്ടും മോദസ്ഥനായി വനപോലെ വസിക്കുന്ന ഒരു മഹാമുനീശ്വരന്റെ കഥ. അത് പറയുമ്പോൾ ഞാനിപ്പോ സൂക്ഷിക്കണം. കാരണം ആ ധന്യാത്മാവിന്റെ ജീവിത കഥ കുത്തിക്കുറിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ സന്യാസിവനായ ഓർക്കൊത്തുകുമാരന്റെ ധന്യമായ ഭൂമികയും അതിവാചാലായ എ സാധുമാസ്റ്ററുടെ പടവാള തുല്യമായ തൂലികയും ഭയം കൊണ്ട് വിറച്ചു എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്റെ കാര്യം പറയണം. എങ്കിലും ഈ കഥ അവതരിപ്പിക്കുവാൻ എന്റെ പരിമിതമായ അറിവുകൾക്ക് വികസന രൂപം തരാൻ സഹായിച്ച ഡോക്ടർ പെപ്പോവിന്റെ പ്രിയപുത്രൻ സ്വാമി നടരാജഗുരുവിനാൽ സ്ഥാപിതമായ വർക്കലയിലെ ശ്രീനാരായണ ഗുരുകുലവും സ്വാമി നടരാജഗുരുവിന്റെ വത്സല ശിഷ്യൻ ഗുരു നിത്യചൈതന്യയാൽ സ്ഥാപിതമായ വർക്കലയിലെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയും ശിവഗിരി മഠവും SNDP യോഗവും എന്നെ മുക്തകടം സഹായിച്ചു. അതിന് ഞാൻ ആദ്യം നന്ദി പറയട്ടെ. എന്തുകൊണ്ട് ശ്രീരാ പള്ളിക്കര ഇത്തരത്തിൽ ഒരു കഥ പറയാൻ തയ്യാറാണ്? ചോദ്യം ഔചിത്യമുള്ളതാണ്. പരമ സാരവും വേഗമെന്ന് ഉദ്ഘോഷിക്കുന്ന വേദങ്ങൾ പിറന്ന മണ്ണിൽ, ശബ്ദസൈതവത്തിന്റെ മണ്ണിൽ ഒരു നൂറ്റാണ്ടിന് മുൻപ് വന്ന മേധാവിത്വം നരമുതൽ അശുദ്ധ വസ്തുവായി കണ്ടിരുന്ന കാലം, ചാതുർവർണ്ണ മയാസ്യക്തമെന്ന ഈടവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ആദ്യ പ്രമാണിമാർ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും കാവലുന്നപ്പോൾ അനവധി ജാതികൾ, അനവധി മതങ്ങൾ
മാനവസ്പർദ്ധയ്ക്ക് രൂപം കൊടുത്തു. മനുഷ്യന് ചുറ്റും ഐക്യത്തിന് മുള്ളുവേലി എത്തിയപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യരെന്ന് പറഞ്ഞുകൊണ്ട് അദ്വൈതത്തിന് പൂടുവിട്ട ആദ്യ പ്രമാണിമാർ നോക്കി നിൽക്കെ നെല്ലിച്ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഐക്യത്തിന് മുള്ളുവേലി വലിച്ചെറിഞ്ഞ ആ കർമ്മധീരനെ, ആ മനുഷ്യശേഖിയെ ഈ സ്വതന്ത്ര ഭാരതം മറന്നില്ലേ? ജാതിയും മതവും മരിച്ചു വീണ നൂറ്റാണ്ടുകളെ ശാസ്ത്രത്തിൽ നിന്ന് ഇന്നിവിടെ പ്രേതങ്ങൾ ഉയർത്തലേക്കിരിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തിന് നിത്യജീവനത്തിൽ ആദർശത്തിലുള്ള രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇന്ന് ജാതിയും മതവും കൊടികുത്തി വാഴുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് മുകളിൽ മതം ഒരു വാളായി പോകുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ പാഞ്ചജന്യം 1919 മുടക്കിയ പഞ്ചാബിലെ ജനങ്ങളാണ്. ഇന്നവിടെ എന്ത് സംഭവിക്കുന്നു? തൈലമുക്കുന്ന ആസാമിന്റെ മണ്ണിൽ, കൂർഖാനാവിൽ, മീററ്റ്, അയോധ്യയിൽ, കാശ്മീരിൽ, ഗുജറാത്തിൽ മതസ്പർദ്ധ പറ്റി പിരിച്ചാടുന്നു. മാറാടും ഗോതരയും ചൊല്ലിയ മനുഷ്യത്വത്തിന് കണക്ക് പറയുവാൻ ഭരണാധികാരികൾ കോടതി കയറിയപ്പോൾ ശ്രീനാരായണ തത്വശാസ്ത്രങ്ങൾക്ക് പ്രസക്തിയേറിയില്ലേ? അരുൾപ്പുറത്തിൽ നടിക്കുന്ന ആ ഇളം കാറ്റ് ഇന്നും നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ ആ യോഗ്യമെന്ന് മറന്നോ? ഇല്ല ഇല്ല എന്നുറക്കെ പറയുവാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏതാനും ധന്യമായ മണിക്കൂറുകൾ എന്നോടൊത്ത് ശക്തിയിരിക്കും. ഈ കൊച്ചു കേരളത്തെ ഒരു നവോത്ഥാനത്തിന്റെ ദിവ്യപ്രഭയിൽ ആരതി ഉടിഞ്ഞ ആ മഹാത്മാവിന്റെ ജീവിത കഥ ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിക്കൂ, ശാന്തിയിരിക്കും. ഒരു നൂറ്റാണ്ടിന് മുൻപ് തെക്ക് തിരുവിതാംകൂറിലെ ഒരു ഗ്രാമം, കുംഭമാസമില്ലാവ്. ആ ഗ്രാമത്തിലൂടെ നവത്തിൽ ഒരു ചന്ദനപ്പൊട്ട് തൊട്ടിരിക്കുന്നു. അല്ല, ഗ്രാമേറെ കഴിഞ്ഞിട്ടും ആ ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങളെ അതിവിടക്കൊന്നും വളർന്നിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. ഒരു ഉദ്ദേശവുമില്ലാതെ, ഒരു ദുരുദ്ദേശമില്ലാതെ ഇവർ ഈ പാദരാത്രി തുറക്കുറച്ചിരിക്കുമോ? എന്താ കാര്യം? രാവിലാരും ഉറങ്ങുകയില്ല. അതെന്താ? ഓ, അത് ശരി, ഇന്ന് ശിവരാത്രിയാണല്ലേ. രാവിലാരും ഉറങ്ങുകയില്ല. ശിവരാത്രിയല്ലേ, ഈ രാവിലും ഉറങ്ങാതിരുന്നാൽ ശിവദർശന സൗഭഗം ദർശനമില്ലേ. ഈ രാവിലും ഉറങ്ങാതിരുന്നാൽ ശിവദർശന സൗഭഗം ദർശനമല്ലേ. ശിവരാത്രിയാണ്. പൂവളച്ചോട്ട് ഉറക്കം വിളിച്ചുന്ന വരവേല് പരമശിവൻ മോക്ഷം കൊടുത്ത രാത്രി ശിവരാത്രി. ഈ രാവിലും ഉറങ്ങാതിരുന്നാൽ ശിവദർശന സൗഭഗം ദർശനമല്ലേ. പയ്യമാരൊക്കെ പറയണ, മക്കളെ നിങ്ങൾ ആരും ഉറങ്ങരുത് കേട്ടോ, ഇന്ന് ശിവരാത്രിയാ, രാത്രി ശിവൻ വരും, നമുക്ക് ശിവനെ കളക്കട്ടെ മക്കളെ. ആരും ഉറങ്ങരുത്, ആരും ഉറങ്ങരുത് കേട്ടോ. അപ്പൊ പിള്ളേർക്കും വാശിയായി. മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലേ, ഇന്ന് രാത്രി ശിവൻ വരും, നമുക്ക് ശിവനെ കാണാം. നീ ഉറങ്ങോ? ഇല്ല. നീ ഉറങ്ങോ? ഇല്ല. അല്ല, ആശാനെ ആശാനെ ഉറങ്ങിയോ? ആ, ഉണർന്നിരിക്കേ, ഉണർന്നിരിക്കേ. ഈ പാതിരാ നേരത്ത് ആ നാട്ടുപാതയിലൂടെ അഞ്ചുലാവില് പോകുന്നു ഹൃദയത്തിൽ. ആ നാട്ടുപാതയിലൂടെ അഞ്ചുലാവില് പോകുന്നു ഹൃദയത്തിൽ. പോകുന്ന പോലെ പോകുന്നു. അവരെവിടെ പോകുന്നു? അഗസ്ത്യാർകൂടത്തിന്റെ വക്ഷസിൽ ഉത്ഭവിച്ച് പാറവേ തട്ടി പരവും പടിഞ്ഞുകളിൽ ചിതറി പതറിപ്പറ്റും നെയ്യാണ് ഈ ഭാഗത്തെത്തുമ്പോൾ പരമശാന്തിയുള്ളത്. കുംഭമാസ നിലാവ് നെയ്യാന്റെ പുണ്യടകളിൽ ചന്ദനം ചാർത്തുന്നു. ഓം തത്സവിതുവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭുവഃ, ഓം നമഃ, ഓം ശമഃ. 1000 ഖണ്ഡങ്ങൾ ഉരുവിടുന്ന ഗായത്രി മന്ത്രം നെയ്യാന്റെ കുഞ്ഞടങ്ങൾ ഏറ്റുപാടുന്നു.
പുലിത്തോരകളും പൂക്കളും അലങ്കരിച്ച പന്തലുള്ളിൽ താൻ പാതിരായി യാത്രികമെന്ന് പറയുന്നു. അർദ്ധമഞ്ചലും കറുത്ത നിറവുള്ള ഗ്രാമീണ ഉച്ചയിൽ കൊണ്ടല്ലാതെ വിശേഷമായവർ കൊണ്ടൊഴിയില്ല. ഉച്ചയിൽ കൊണ്ടല്ലാതെ വിശേഷമായവർ കൊണ്ടൊഴിയില്ല. പുറത്തരവില്ല കാരുണ്യം ഇറക്കൈത്തോടി പുറത്തരവില്ല കാരുണ്യം ഇറക്കൈത്തോടി പദം പറയ്ക്കും ഉണകം കൊണ്ട് കഴിച്ചു കൂട്ടും. ആ കൊണ്ട് ഈ പന്തൽ വന്ന് നിറയുന്നു. വൃക്ഷലതാദികൾ പോലും ഏതോ കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കുന്ന പോലെ വീർപ്പടക്കി നിൽക്കുന്നു. നിലാവ് നിലനിൽക്കുന്ന വൃക്ഷത്തിനരികിൽ ഒഴുകുന്ന വെയ്യാണ്ട ഓളകളിൽ കല്ലും നട്ട് മലയാളത്തിലുള്ള പ്രിയങ്കരനായ കവി ONV നമ്മൾ നടന്നുപോയാൽ ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ONV നെയ്യാത്ത കുഞ്ഞോളോട് ചോദിച്ചു, എന്തായിരുന്നു ആ ദുഃഖത്തെ വികാരമെന്ന്. ഏറെ കഴിഞ്ഞില്ല. ആ താമസം എല്ലാവരും കാഴ്ച നെയ്യാന്റെ വക്ഷത്തിലേക്ക് ഇറങ്ങുന്നു. മുട്ടോടെ മുങ്ങി, അരിയോടെ മുങ്ങി, കഴുത്തോടെ മുങ്ങി. ഏറെ കഴിഞ്ഞില്ല. മാറൊഴുക്കിപ്പിടിച്ച ശിവലിംഗാതിലുള്ള ഒരു ശിലാഗന്ധവുമായി ആ താമസൻ ബുദ്ധി വന്നു. ആരോ വർഷങ്ങൾക്ക് നിർമ്മിച്ച് നെയ്യാനഗാപതിൽ നിക്ഷേപിച്ചതുപോലെ ശിവലിംഗാതിലുള്ള കൽക്കസവുമായി നരവാ നുണലോടെ ആ താമസൻ കയറി വരുന്നു. തലയ്ക്ക് മുകളിലുയർത്തിപ്പിടിച്ച് പ്രാർത്ഥനാ നിരതനായി ഒരു ശിലാവിഗ്രഹം പോലെ നിന്നു ആ മഹാവി. ഒരു കോവിൽ പാകരൊത്തുയരും പണിക്കാരൊരു നീലരാദികളും കരുവാതകിലെന്നു വരും വഴിതെന്നു ഇരുന്നു വിളങ്ങിടേണം. എത്ര നേരം അകന്നു എന്നറിയില്ല. അവ ആ പ്രഭാവയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയൊഴുകുന്നു. ചുറ്റും കുടിയുന്ന ജനക്കൂട്ടം ഉറണ്ട പ്രാർത്ഥനകളുണ്ട്. ബ്രഹ്മമുഖ Bye.
എത്ര നേരം അകൻ നിന്നുവെന്നറിയില്ല. അത് ആ വൃക്ഷത്തിലപ്പുകളിൽ കിളികൾ ഉണരുന്നു. ഇടത്തിന് മനം ചുമക്കുന്നു. ഇരുട്ടിനാട്ടി ഓടിച്ചുള്ള വിശ്വപ്രകാശനം നേരെ വരുന്നു. കയ്യിലുള്ള ശിവലിംഗ വിഗ്രഹം നദീനിരത്തെ കൂറ്റൻ പാതയെ പീഠമാക്കി അവിടെ ഉറപ്പിച്ചു വെച്ചു. പൂണൂൽധാരികൾക്ക് മാത്രം വിധിക്കപ്പെട്ട പ്രതിഷ്ഠാകർമ്മം ഒരനാഥൻ നിർവഹിച്ചിരിക്കുന്നു. ഒരു താഴ ജാതിക്കാരുടെ കൈയോടെ സംഭവിച്ചിരിക്കുന്നു. ആരാണ് ധൈര്യം കാണിച്ചത്? കരിമൂണ്ട് വളർത്തുറഞ്ഞ കറുത്ത വിശ്വാസത്തിന്റെ കാവൽഭടന്മാർക്ക് 1 നൂറ്റാണ്ട് മുൻപ് ഈ കൊച്ചു കേരളം കൊടുത്ത കരുത്താർന്ന മറുപടി ശ്രീനാരായണ ഗുരു. മനുഷ്യാനാം മനുഷ്യത്വം ചാതി ോത്വം ഗവാര്യഥ ബ്രഹ്മണാദിരശൈവം ആത്മത്വം വേത്തി ഗോവിന. ഗോക്കൾക്ക് ഗോത്വം പോലെ മനുഷ്യൻ ജാതി മനുഷ്യത്വമാണ്. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ പറയുന്നത് ജാതിയല്ല. ഈ സത്യം അധികമാരും അറിയുന്നുമില്ല. കഷ്ടം തന്നെ. മനുഷ്യാനാം മനുഷ്യത്വം ജാതി ഗോത്വം ഗവാര്യഥ ബ്രാഹ്മണാദിരശൈവം ആത്മത്വം വേത്തി ഗോവിന. ഒരു
വരുന്ന ചിങ്ങമാസക്കാലം 1000 കരുവരന്ന വക്ഷത്തിൽ തലയായി തുടങ്ങുന്ന ശ്രീ പത്മനാഭ തിരുസന്നിധാനത്തിൽ ഉടവാളേറവ ചരിത്തു വാഴുന്ന പെരുമാൾകുളത്തിന്റെ രാജധാനി നഗരം തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് 7 നാഴി വടക്ക് കിഴക്ക് മാറി ഒരു കൊച്ചു ഗ്രാമം മാർത്താണ്ഡവർമ്മ രാജസിംഹാസനത്തിനെതിരെ വാളെടുത്ത് പടപൊരുതി ഒരു കൽക്കംക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ കഴിവുപരത്തിയ രക്തസാക്ഷിത്വം വഹിച്ച ചെമ്പഴഞ്ഞി പിള്ളമാട കുടുംബശാഖയുടെയാണ്. ഓണക്കൊയ്ത്തുകളിലെ പാടശേഖരങ്ങളിൽ ഓണവിലാവ് കടമടയ്ക്കുന്നു. ഗ്രാമത്തിലെ എല്ലാ വശ്യ ഭംഗിയും വാരിച്ചു നിൽക്കുന്ന ചെമ്പഴന്തി ഗ്രാമം. സന്ധ്യവിള കൊടുത്തിട്ടും വീട്ടുവിട്ടകളെ ആർക്കും ബഹളം അവസാനിച്ചിട്ടില്ല. അല്ല, ആ വീടിന്റെ മുറ്റത്ത് പടന്നു മുതലിച്ചിരിക്കുന്ന വലിയപ്പരാണ്. അത് വടക്കുട വൈശാഖിൽ ഊഞ്ഞൊടുക്കിയിരിക്കുന്നു. അതൊരു പെണ്ണിൽ നാട് അവിടെ കൊടിച്ചടി പറഞ്ഞു മറ്റൊരു ഭാഗത്ത് കൊച്ചുവെള്ളം പിടിച്ചിട്ട് തലവഴി മുണ്ടുമിട്ട് മൂടി കയ്യിൽ കുതിരെ കൊടുത്തിരിക്കുന്നു. കുറെ പെൺകൊച്ചുകൾ ചുറ്റും നിന്ന് പാടുന്നു. മറ്റൊരു ഭാഗത്ത് തിരുവാറ നടക്കുന്നു. കുടുതകളും കൊച്ചു പെൺപിള്ളേരുമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ കൊച്ചു പെൺപിള്ളേരും കസവുണ്ട് നേരിട്ട് തുടക്കളിക്കാൻ തുടങ്ങിയിരിക്കുക. രാമൻ പള്ളിക്കൽ മത്സ്യങ്ങളി വന്യമട അടിയൂർ ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് സമയമായി. ഭക്തരുകൾ ശ്രീകളുടെ ചുറ്റും വന്നു കൂടി. പൂജാരി കാതോർത്തു. എവിടുന്നായി വായ്പുരവ കേൾക്കണേ? ഓണങ്ങളുടെ വായ്പുരവയല്ല. കൊച്ചുകലകളിൽ രോഗിയെ കണ്ട് മടങ്ങിവന്ന കൃഷ്ണൻ വൈദ്യൻ വൈവാരം വീടിന്റെ അക്കരെ എത്തുമ്പോൾ വീട്ടിൽ നാർപ്പും ബഹളവും കുരവയും കേൾക്കുന്നു. കുഞ്ഞു പിറക്കുമ്പോൾ ചടങ്ങ്. കുട്ടിയമ്മ പ്രസവിച്ചു കാണും. തിരുക്കത്ത് കൃഷ്ണൻ വൈദ്യൻ വീട്ടുമുറ്റത്ത് വന്ന് കയറുമ്പോൾ ഒരാൾ ആദരപൂർവ്വം അറിയിച്ചു, മഹാരാഷ്ട്രന്റെ ഭാര്യ കുട്ടിയമ്മ പ്രസവിച്ചു. ആ കുഞ്ഞ് കൊള്ളാം, നല്ല ജനനം, ശുഭമുഹൂർത്തം. അന്നത്തെ വീട്ടിൽ കുട്ടി പിറന്നാൽ ആണോ പെണ്ണോ ദൂരെ നിൽക്കുന്നവരിൽ കാണാതെ തന്നെ മനസ്സിലാക്കും. കാരണം പെണ്ണാണ് പിറന്നെങ്കിൽ വടക്കുവെച്ച തൈതികളിൽ കബളിപടലങ്ങൾ കിട്ടും. എന്നിട്ട് മുറ്റത്ത് 4 കബളം നട്ടിക്കും. അതൊക്കെ ദൂരെ നിൽക്കുന്നത് പറയും, എവിടെയോ പെണ്ണ് പിറന്ന് മടലടി കേൾക്കുന്നു. ഇനി ആരാണ് പിറന്നെങ്കിൽ വന്നുകൊടുക്കുന്ന സർവശക്തിയുടെ കൊലവേണം എന്നുവെച്ചാൽ പിറന്നത് ആരാണ് അവൻ ആ ഉത്സവപ്പറമ്പ് മുതല് അസംബ്ലി കാലം വരെ പോകുന്നർത്ഥം. ഇവിടെ വായുക്രമം കിട്ടും. അതാണ് പൂജാരിക്കേണ്ടത്. വീട്ടുവിടെ തോളം കളിച്ചോളുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു മധ്യവയസ്ക ഓടി അടച്ചു വന്നു. ഇവ വളരെ കളിക്ക് മുതൽ നിർത്തലടി വീട്ടുവിടെ തോളം കളിച്ചോളുന്ന പെൺകുട്ടികളെല്ലാം അത് വൈകുവാരം കെട്ടി കൂടുന്നു. അവിടെ അല്പനേരമായി കയ്യും പിന്നിൽ കെട്ടി ഒരത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക.
ചെല്ലാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. അവിടെ പെണ്ണുങ്ങൾ അകത്തി ഭരിക്കുകയാണ്. അപ്പോഴേക്ക് കൃഷ്ണൻ വൈദ്യൻ വന്നു കയറി. അകത്തേക്ക് ചെല്ലാൻ പെർമിഷൻ കിട്ടി. മാരാശൻ അകത്തേക്ക് ഓടി. അതാ പ്രസവാരസ്യത്താൽ മയം കിടക്കുന്ന ഒരു ഭാര്യക്കുട്ടി. തൊട്ടരികിൽ ഓമനത്തൊന്നും മുമ്പ് ഒരാൺകുഞ്ഞ് കൈകാലിളക്കി കഴിക്കുന്നു. മാരാശൻ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. കുട്ടിക്കാരുടെ മുഖമാണ്. ആരുടെയോ മുഖച്ഛായ മാരാശന മനസ്സിൽ തെളിഞ്ഞു വന്നു. പണ്ടിൽ പണ്ട് വരുമാനത്തിൽ ഒരു കാരണമുണ്ടായിരുന്നു. കൊച്ചനാശ നാനാജാതി മതസ്ഥർക്കും ആരാധനായിരുന്നു ആ യോഗി വയ്യാൻ. ആ കൊച്ചനാശയുടെ വിവക്ഷായ ഈ കുട്ടികളുണ്ട്. പെണ്ണുകൾ പരസ്പരം ഉണർത്തുന്നു. പോലും അത്ഭുതം ജന്മം ആദ്യം ലഭിച്ചു കുഞ്ഞു മരിച്ചുപോയത. ആദ്യം എല്ലാവരും വിചാരിച്ചു കുഞ്ഞു മരിച്ചുപോയത്. കൈകാര്യം കഴിയും നടക്കോ എല്ലാവർക്കും ആശ്വാസം. ചിങ്ങമാസത്തിൽ ചതയം നക്ഷത്രത്തിൽ പ്രദർശിച്ചു. കുട്ടിക്ക് ജാതവശാൽ ബ്രഹ്മത്വം കാണുന്നുവെന്ന് എല്ലാവരും പറയുന്നു. അമ്മാവനായ കൃഷ്ണന്റെ അഴിവിൽപ്പത്തിൽ തോന്നിയും അമ്മയുടെ പ്രണവത്തിൽ പിടിച്ചും ആ കുഞ്ഞ് നടക്കാൻ പഠിച്ചു. അച്ഛനമ്മയെ പേരിട്ടു നാണു. നാണു 5 വയസ്സിൽ ആശാൻ പള്ളിക്കൂടിൽ പോയി തുടങ്ങി. മറ്റുള്ള കുട്ടികളും തികച്ചും വ്യത്യസ്തനായിരുന്നു നാണു. എല്ലാ കാര്യത്തിലും രാത്രി ഉറങ്ങാൻ കിടന്നാൽ വെയിലടിച്ചുണരാവുമായി കിടക്കപ്പെടും. അതൊരു നാട്ടുകാർ വീട്ടിൽ കൊച്ചും വിളിക്കൽ പേരിട്ടു നാടഭക്തൻ. ഓം ദൈവം നമഃ, ഓം ധൂപം നമഃ, ഓം പുഷ്പം നമഃ, ഓം ജലം നമഃ. പഴം കാണുന്നില്ലല്ലോ, പഴം എവിടെ പോയി, പഴം കാണുന്നില്ലല്ലോ. കുട്ടിയത്തെ വാദത്തെ നോക്കുമ്പോ മാരാശാലൊക്കെ തപ്പുന്നു. അയ്യോ ഇതെന്ത് പറ്റി? ഇവിടെ പൂജയ്ക്ക് വെച്ചിട്ട് കദളിപ്പഴം പഴയോടെ കണ്ടില്ല. അതിങ്ങോട്ട് പട്ടിമ്പൂച്ചൊന്നും വന്നില്ലല്ലോ. ഇവിടെ കൺപെടുക്കാൻ അല്പനം ജപിച്ചോണ്ടിരുന്നു. കണ്ണൂന്നോ പഴം കണ്ടില്ല. ആഹാ, അമ്മ വടക്കുവശത്തെ മുറ്റത്തെ നോക്കുമ്പോ മുറ്റത്തെ കൈവാഴുമ്പോഴൊരാൾ പഴക്കൊലിച്ചടിക്കുന്നു. നാണു മുറ്റത്തുനിന്ന് ചെമ്പരത്തിക്കം വലിച്ചൊടിച്ച് അമ്മ പതുങ്ങിച്ചെന്ന് കളറ് കൈയോടെ പിടിച്ചു. പാടയുടെ ഇത്രയ്ക്കായോ കൊണ്ടുവന്ന് അച്ഛനും കിട്ടു. കുട്ടിയെ പഴ കിട്ടിയോടി? ആ കിട്ടി. ഇവന്റെ വയറ്റിനകത്തുണ്ട്. അച്ഛനില്ലാത്ത ദേഷ്യം വന്നു. ഇങ്ങോട്ട് മാർവിക്കാൻ അടിക്കൽ കൈയോടി. അരുത്, കുട്ടിയെ അടിക്കരുത്. കൃഷ്ണവൈദ്യൻ കയറുവാൻ തടഞ്ഞു. അങ്ങനെ ഇടത്തെ വഷളാക്കുന്നത്. മോനെ, നീ പൂജയ്ക്ക് വെച്ച കടലപ്പഴം എടുത്ത് കഴിച്ചോ? കഴിച്ചു. മോനെ, അതിന് ചെയ്തുകൂടാ, ദൈവം കോപിക്കും. ഞാൻ കഴിച്ചാലേ ദൈവം കോപിക്കൂല. ആ കൊച്ചു മിടുക്കന് മറുപടി കേട്ട് അമ്മാവൻ പൊട്ടിച്ചിരിച്ചു പോയി. അങ്ങനെ ഇടത്തെ വഷളാക്കുന്നത്. ഒരു നേരെ വീട്ടിൽ ഇറങ്ങിയിരിക്കില്ല. ഇന്നലെ ആരുമില്ലാത്ത സമയത്ത് ആ പുളിയെക്കുള്ളിൽ ചെന്ന് അടുപ്പ തലച്ചോറ് കല്ലിക്കൽ ഇറക്കി വെച്ചു. ആടോടാ, അങ്ങനെ ചെയ്തോ? ചെയ്തു. ഞാനവിടെ ചെന്നപ്പോ അവിടെ ആരുമില്ല. അടുപ്പിക്കിടന്ന് കണ്ണി തിളച്ചു മറിയുന്നു. ഞാൻ നേരത്തെ വെച്ചില്ല. അങ്ങനെ ആ പാവങ്ങൾ പട്ടിണിയാകൂലേ? മോനെ,
അവരൊക്കെ ഹീനജാതിക്കാരാ. ഇന്നുവച്ച ജാതി കുറഞ്ഞവരാ, തൊട്ട് അശുദ്ധാകുന്നു. അതിന്റെ അമ്മാവാ ചെറ്റമാലത്തിലെ അമ്മാവൻ കറങ്ങിപ്പോയി. എങ്കിലും അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മാവൻ ഒരു അടവ് പ്രയോഗിച്ചു. അതെ അതെ, കറുത്തിരിക്കുന്നോണ്ട് തന്നെയാ. ഇപ്പൊ നാളെ സംശയം പിന്നെയും പാത്തു. വൈഷ്ണവരായ അമ്പാടികൃഷ്ണൻ കർമ്മനല്ലേ? ചില കൊച്ചു പിള്ളേരുടെ ചോദ്യങ്ങൾ തോന്നലേ എല്ലാം അറിയാവുന്ന തലമുതിർന്നോട് മുട്ടുകുത്തിപ്പോവും. കേട്ടല്ലേ ചില കൊച്ചു വിടുപിടുക്കന്മാരുടെ ചോദ്യം? ആറ്റം പോകുമ്പോഴിരിക്കും. അമ്മേ അമ്മേ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ ചേച്ചിയുടെ വയറുണ്ട് അമ്മ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അതുപോലെ ആ ചേച്ചി ഗർഭിണിയാണ് എന്ന് പറഞ്ഞെന്തോന്നാണ് അമ്മേ? അതെ, ആ ചേച്ചിയുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്. അതമ്മേ, അങ്ങനെ നമ്മള് പറക്കല്ലേ വാശപ്പന്റെ വയറ്റിലെ ഒരുപാട് കുഞ്ഞുങ്ങളാണല്ലോ അമ്മേ. അതവിടുന്ന് പോയി. പക്ഷേ നാടിന്റെ സംശയങ്ങൾ അങ്ങ് വരെ ദൈവ കൽപ്പനകളെ വിശ്വസിച്ചാചരിച്ചു പോകുന്ന വിശ്വാസ പ്രമാണങ്ങളെ നിരക്കാണ് വിരൽ ചൂടുന്നത്. നാടുവിലെ കൊച്ചു കൊച്ചു സംശയങ്ങൾ കാലാന്തരത്തിൽ അകിടിത്തിയായിരിക്കുമെന്ന് ആ നാട് പ്രതീക്ഷിച്ചില്ല. ആഴ്ചപ്പഴപ്പത്തിന് പഠിത്തം നിന്നപ്പോ നാടിലെ അനവസാധാരണമായ ബുദ്ധിവിശേഷം അമ്മാവൻ കണ്ടെത്തി. നാടുവിനെ പഠിപ്പിക്കണം. പക്ഷേ കൃത്യാന്തര ബാഹുല്യത്തിനിടയിൽ അമ്മാവനത് മറന്നുപോയി. ഇന്ന് 14 വയസ്സുള്ള നാണു അയലത്തെ കൂട്ടുകാരോ ധ്യാനമുറങ്ങായിരുന്ന അവസരം പോലെ എവിടെയെങ്കിലും ആരും ഒറ്റയ്ക്കിരിക്കും. നാടോ ഒരു നാടോ. സന്ധ്യാനേരം വഴിപാട് വീടിന്റെ മുറ്റത്തിറങ്ങി നമ്മൾ നാടുകളെ വിളിക്കുന്നു. ഇവർ എവിടെ പോയിരിക്കുന്നു? രാവിലെ ഇറങ്ങിപ്പോയതാ, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനും വന്നില്ല. എന്താണീ? എന്തു പറ്റി? നാളെ രാവിലെ ഇറങ്ങിപ്പോയതാ, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനും വന്നില്ല. അത് പുതിയതാണോ? അവൻ കായ്ക്കലിന് നിങ്ങളെങ്ങനെ പോയി കാണും? ഒരാഴ്ച കഴിഞ്ഞു, നാടോ വന്നില്ല. നേരെ പുറമില്ല. ഒരു ചെറുമച്ചെറുക്ക മുറ്റത്തുനിന്ന് വിളിക്കുന്നു, തമ്പ്രാ തമ്പ്രാ. മാടാശ ഇറങ്ങി വന്നു. എന്താടാ? തമ്പ്രാ, നാടുഭക്തൻ ഇതിന് എങ്ങനെ പൊടി വന്നിരുന്നു. കഞ്ഞി ഒഴിച്ചു, എങ്ങനെ കൊടുത്തില്ല. എന്നിട്ട് അവരെങ്ങോട്ട് പോയി? ആ പകോടീക്ഷത്തിൽ അടുത്തുകൂടി നടന്നു പോണ കണ്ടു. നീ പൊയ്ക്കോ. മാടാശ രാവിലെ കുളിക്കാൻ ചെന്നു. അശാനെ അവിടെ ഇങ്ങനെ ചോദിക്കട്ടെ, മോനുള്ള വീട്ടിൽ പിടക്കാറ്. ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് ചോറ് ചോദിച്ചു, കൊടുത്തു. കഴിച്ചോണ്ട് എങ്ങോട്ട് നടന്നു പറഞ്ഞു. മാടാശ വരശി ഒരു സംശയത്തിന് സ്ഫോടനം നടന്നു. നാളും കായ്ക്കൽ നിലകണ്ടേ പോയിട്ടില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. 14 ദിവസം പിന്നിട്ടു. ഉച്ച കൊടുത്ത സമയം മുട്ടത്താദ്യം പാകമന്യാസം കെട്ട്
കൃഷ്ണൻ വൈദ്യൻ മുഖമുയർത്തി. അതാ മുറ്റത്ത് നിൽക്കുന്നു 14 ഒരു തേജസ്വരൂപൻ. മോനെ മോനെ, നീ എവിടായിരുന്നു? ഞാൻ ആ ഭഗവതി ക്ഷേത്രത്തിലുണ്ടായിരുന്നു. നിന്റെ മുഖത്തുനിന്നായി പാടുകൾ മസൂരി വന്നു. എന്നിട്ട് ആര് ചികിത്സിച്ചു? ദേവി ചികിത്സിച്ചു. മോനെ, എന്റെ സാഹസോടായി കാട്ടിയത്. അമ്മ ചെന്ന് മകനെ മാറോടണച്ചു. പക്ഷെ കൃഷ്ണവേദന ചിന്തകൾ മറ്റൊരിടത്താണ്. ആരും അറിയപ്പെടാത്ത ചില ചിന്തകൾ ഈ 14-കാരനെ അലട്ടുന്നു. എന്താ മാർഗം? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. 1 മാസം കടന്നു. കൃഷ്ണ വൈദ്യര് സുഹൃത്തയച്ചൊരു കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വന്തം പെശനായ കണ്ട. പ്രിയപ്പെട്ട വായിച്ചൊറിയുന്നത് വലിയ കത്തല്ല, വിശുദ്ധ സംസ്കൃതമാണ്. പണ്ടൊക്കെ ആൾക്കാർ അവരുടെ പാണ്ഡിത്യം തെളിയിക്കുന്ന ഈ കത്തുകളിലൂടെയാണ്. പണ്ട് കേരളവർമ്മ അയോയിക്കപ്പെടാൻ ഹരിപ്പാട് തറവിൽ കഴിയുന്ന കാലത്ത് തന്റെ പ്രാണപ്രേയസിക്ക് ഒരു കത്ത് എഴുതിയത് കവിതയിലൂടെയാണ്. അതാണ് മയൂര സന്ദേശം. ഹരിപ്പാട് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയ മയിലിന്റെ കയ്യിൽ പ്രസ്തുത പ്രേമലേഖനം കൊടുത്തുവിടുന്നതാണ് കവിഭാവന. ഓവൽ പിച്ചിൽ ചെടികളവല്ലോടാവർ ശമിക്കൂ, കോപത്തിന്റെ പുതുമലർന്നരങ്ങേ കുടിപ്പിച്ചിടുമ്പോൾ പ്രേമത്തോത ശുഭത ഭവതി പട്വധാരാവിലാകി ശ്രീമൻ മന്ദസ്ഥിരസൂര്യാകുന്ന തോർവിച്ചിടുന്നേ. മഴത്തുള്ളിയൊക്കെ പിച്ചച്ചെടി നിറയെ പൂത്തു നിൽക്കുന്ന കണ്ടപ്പോൾ ഭാര്യ കരഞ്ഞിട്ട് ചിരിച്ചതുപോലെ നമ്മളാണ് തോന്നി. അത്രയുള്ള കാര്യം. സംഗതി കണ്ടുപിടാമെന്നിരിക്കുന്നേ. കൃഷ്ണ വൈദ്യര് സുഹൃത്തയച്ച ഇത്തരത്തിലും കത്തിരുത്തി. ആശാരത് മറിച്ചും തിരിച്ചും വായിച്ചു. സംഗതി പിടികിട്ടുന്നില്ല. മാണുവേ, നാണു വാതുക്ക വന്നു. അമ്മ വിളിച്ചോ? ആ വിളിച്ചു. ഈ കത്തൊന്ന് വായിച്ചേ. നാണു ആ കത്ത് വായിച്ചു. അയ്യത്ത ലളിതമായി അതിനർത്ഥവും പറഞ്ഞു കൊടുത്തു. ആ രാത്രിയിൽ അമ്മാവിന് ഉറങ്ങാൻ കഴിയില്ല. അത് രാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നു. മാണോ, നിനക്ക് തുടർന്ന് പഠിക്കണം എന്നുണ്ടോ? ഓ, പഠിച്ചാൽ കൊള്ളാന്ന് മോഹമുണ്ട്. എന്നാൽ കുമ്മമ്പടി യാവനാശാന്തി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മഹാപണ്ഡിതന, എന്റെ സുഹൃത്ത, നിനക്കവിടെ പഠിക്കാം. പിന്നെ താമസത്തിന് വാർത്തപ്പടി ഉണ്ടല്ലോ. ഓ, എന്നാൽ ഇതിനെ പോകാൻ അറിയിക്കോ? നാണു തന്റെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ശങ്കിയിലാക്കി കായ്കുളത്തേക്ക് പോകാൻ ഒരുങ്ങി. അമ്മ വാവിന്റെ ചെന്ന് കണ്ണീർ തുടച്ചു. അച്ഛനും മാമനും പേടിക്കലോടെ യാത്രയാക്കി. നാണു, ഇതാ ഇതിരിക്കട്ടെ. ഇതെന്താ? കുറച്ച് പണമാണ്. അതെന്താ? ജനിച്ച വീടിനെയും അച്ഛനെയും അമ്മയും അമ്മാവനെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് നാട് വന്ന് നടന്നു. ആ, അതിലൂടെ താളപ്പരിശുന്നുള്ള കാലമല്ല. നടക്കണം മറ്റ് യാതൊരു മാർഗവുമില്ല. പിന്നെ കാശുള്ളതൊക്കെ വലിയ വലിയ സഞ്ചരിക്കും. ഇന്നത്തെ മാരുതിക്കാർ പോലെ അന്നത്തെ അന്തസ്സിന്റെ മുഖമുദ്രയാണ് വലിയ വണ്ടി. പ്രമാണിമാരൊക്കെ കൊടവരം താങ്ങിയെടുത്ത് നീക്കറി കിടക്കും. ഈ പോത്തിറങ്ങി വെള്ളത്തിൽ കിടക്കും പോലെ. ഇതൊന്നുമില്ലാത്തവരെ വേലാപ്പിച്ചൊരു വലിയ ചോറന്ന് പോയി അതിൽ കച്ചത്തൊരുക്കി ഒരൊറ്റ പോക്ക വിളക്ക് വിളക്കിലേക്ക് എത്തും. ഇവിടെ നാണു അമ്മാവൻ കൊടുത്ത പണപ്പതിയും തിരസ്കരിച്ചുകൊണ്ട് അക്ഷരശ്രീയുടെ പൊന്നമ്പലം തേടിയുള്ള യാത്രയായി ദാ പോകുന്നു ആ ഏകാന്ത പതിക. അപ്പോഴും അദ്ദേഹത്തിന് മനസ്സിൽ അമ്മാവൻ പണപ്പതിയെ കുറിച്ചായിട്ട് നാലെട്ടുകൂടെ തിരസ്കരിച്ചു. അവസാനിച്ചു. നാണു കുമ്മമ്പടി രാമനാശാല പാഠശാലയിൽ വിദ്യാർത്ഥിയായി. വാർണപ്പടിയെ കാരണവർ
കൃഷ്ണഭജന അനന്തരവനെ സസന്തോഷം സ്വീകരിച്ചു. അന്ന് കുമ്മമ്പടി രാമനാശാന്റെ പാഠശാലയിൽ വിദ്യാർത്ഥികളെ എത്തുന്നവർക്കൊക്കെ ആഹാരവും അഭയവും നൽകുന്നത് വാർന്നപ്പള്ളിക്കർ അന്തസ്സായി കരുതി. കാരണം സവർണ മേധാവിത്വത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. തന്നെയുമല്ല, പിൽക്കാലത്തേക്കാരെ അന്തസ്സോടെ പറയുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ. പണ്ടേ ശ്രീമൂല തിരുനാൾ മഹാരാജാവ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഞങ്ങളെ പറ്റി ഒന്ന് പള്ളിക്കുറിപ്പ് കൊണ്ടിട്ടുണ്ട്. അദ്ദേഹം കിടന്നുറങ്ങിയ കട്ടിന്റെ കാലേ ഇപ്പോഴും ഞങ്ങളുടെ മണ്ണിന്റെ പുറത്ത് കിടപ്പുണ്ട്. എന്തൊരു അന്തസ്സ! അതിലവരെ കുളിച്ചൊരുങ്ങി സതീർത്ഥന്മാരായ വെളുത്തരി കേശവനോടും പുതുക്കാരമർത്ത കൃഷ്ണാശാനുമൊപ്പം നാടും പാഠശാലയിലെത്തി. കൂട്ടുകാർ മാറിയെന്ന് പലകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ നാട് ഒറ്റയ്ക്ക് ഗ്രന്ഥപാരായണത്തിൽ മുഴുകിയിരുന്നു. രാമനാശാമൻ, കുമ്മമ്പടി രാമനാശാമൻ കഥയിലും കഥയിലെ കഥകളിൽ പാട്ട് പാടിയ രാമപിള്ള ആശാമൻ. ഈ രാമപിള്ള ആശാൻ ഒരു പഴയ കഥകളിലുള്ളതാണ്. സംസ്കൃതം അറിയാത്തതുകൊണ്ട് 18ാമത്തെ വയസ്സിൽ സഹപ്രവർത്തകർ കരയിറങ്ങി നടത്തിവിട്ടു. സംസ്കൃതം അറിയാത്തവരെ കഥകളി കലാകരുത്. അതിന് പോടാ. കടുത്ത മനോവേദനയോടെ കുമ്മമ്പടി രാമനാശാൻ കരിയിറങ്ങപ്പെട്ടിറങ്ങി. ഇനി സംസ്കൃതം പഠിച്ചിട്ട് മുഖത്ത് ചുട്ടുകുത്തു. സംസ്കൃതം പഠിച്ചു, പണ്ഡിതനായി, പരമസാത്വികനായി പാഠശാല നൽകി. വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടിലെ അനന്തസാധാരണമായ ബുദ്ധിവിശേഷം പലപ്പോഴും വാശാൻ അത്ഭുതപ്പെടുത്തി. അങ്ങനെ നാടും വിദ്യാർത്ഥികളുടെ നേതാവായി, നാടും ചട്ടമ്പിയായി. ചട്ടമ്പിയട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ചട്ടമ്പിയുണ്ടല്ലേ. 2 പൈൻ്റൊക്കെ ഫിറ്റ് ചെയ്ത് തലക്കെട്ട് കെട്ടെല്ലാം കെട്ടി ഈ കവലവിക്കുന്ന പേര് ഫീസ് പിരിക്കാൻ മതി ചട്ടമ്പിമാർ. യഥാർത്ഥത്തിൽ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥം അതല്ല, ബുദ്ധിമാനായ നേതാവ് എന്ന് മാത്രമാണ്. സംസ്കൃതത്തിലെ ദേവനാഗലിപി കൂടി കൂട്ടി വായിക്കാൻ പഠിച്ചതോടുകൂടി നാളെ സംസ്കൃത നാടക കാവ്യാദികൾ വായിക്കാൻ തുടങ്ങി. ആശാന് പോലും അറിയാത്ത ദുരൂഹം എന്ന് പറഞ്ഞ പദസമുച്ചയങ്ങളുടെ അർത്ഥം അനായാസന വ്യാഖ്യാനിച്ചർത്ഥം പറഞ്ഞപ്പോൾ കുമ്മമ്പടി രാമനാശാൻ പോലും ആ ശിഷ്യന്റെ കാൽക്കൽ വീണ് മനസ്സുകൊണ്ട് സാഷ്ടാംഗം പ്രകടിപ്പിച്ചു. ഗുരുക്കന്മാർക്കും പണ്ട് കവലവസ്ഥയിലെ സിദ്ധാർത്ഥ രാജകുമാറിന്റെ മുൻപിൽ ഒരു ഗുരുനാഥൻ പറഞ്ഞ വാക്കുകൾ ഇവിടെ അക്ഷാർത്ഥത്തിൽ അന്വർത്ഥമായിരിക്കുന്നു. അവധി ദിവസങ്ങളിൽ നാളും വാർമപ്പള്ളിയിലെ കന്നാലിപ്പോടൊപ്പം കന്നാലികളെ വയ്ക്കാൻ പോയി. ആ ചെറുമക്കൾ ദാരിസമ്പൂർണമായ ജീവിതം അപ്പോഴൊക്കെ നാടവിന്റെ മനസ്സിനെ വെക്കും. ആ ചെറുമക്കളുടെ കൂട്ടത്തിൽ നാടവിന്റെ മനസ്സിനെ ആകർഷിക്കാൻ ചെറുമച്ചെറുക്കനുണ്ട്. ചാത്തൻ ഏറെ ദിവസങ്ങളായി ചാത്തനെ കാണുന്നില്ല. തറവാട്ടിൽ കന്നാലികളെ വയ്ക്കാൻ എത്താറുമില്ല. ആരോട് ചോദിക്കും? ഉച്ചകൂടം കഴിഞ്ഞ് വാർമപ്പള്ളിയിലെ കാരണവർ പൂമുഖത്ത് വിശ്രമിക്കുന്നു. മുട്ടത്താലിയും കാൽപ്പനാറ്റം കേട്ട് കാരണവർ മുഖം ഉയർത്തി. എന്താണോ ഏറെ ദിവസമായി തറവാട്ടിൽ കന്നാലികളെ വയ്ക്കവരിൽ ശാസ്ത്രം കാണുന്നില്ല. അവനെന്ത് പറ്റി? നാളോ വിധിവിക്കുന്ന മാറ്റം തടയുവാൻ എളുപ്പമല്ല. എനിക്കേറെ ദിവസമായി സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? അവന് കുപ്തരോഗമാണ്. ആ മഹാവ്യാധി മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടി അവനെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. നാളുവിന്റെ മനസ്സിൽ സഹതാപത്തിൽ നീർപ്പുഴകൾ പോയി. പാപം, ആരോരുമില്ലാത്ത ചാത്തൻ, ശേഖമുള്ള കമ്മാലിച്ചക്കൻ, അവൻ ഈ ഗതി വന്നല്ലോ. രാമവൃക്ഷത്തിലപ്പടി സായം സന്ധ്യ അതിന് സിന്ദൂരസ്തുകൾ വെള്ളം പൂശുമ്പോൾ അടിയാള ചേരിയുടെ ഒരേകാന്ത യാത്രികൻ വരുന്നു. സന്ധ്യയുടെ ദീപ്തമായ മുഖം, ആ മുഖത്ത് വിനാന്ത ഭാവം കർമാഗ്രമാണ്. ചുറ്റും പുല്ലുപാടങ്ങൾ,
പകലന്തിയോളം പാടത്ത് വഴിവെക്കുന്ന കറുത്ത നിറമുള്ള ചെറുവങ്ങളുടെ കുടിയിടങ്ങൾ നാണു പെട്ടെന്ന് നിന്നു. പാവപ്പെട്ട മനുഷ്യർ അവരുടെ മനോഹര ചടലിൽ തീർത്ത അവരുടെ ചുവരുകളിൽ അവരുടെ തന്നെ കൈവരിപ്പാടുകൾ. വർഷങ്ങൾക്ക് ശേഷം തന്റെ വത്സര ശിഷ്യൻ കുമാരൻ മലയാളികളുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഏറനാട് പാടശേഖരത്തിൽ ഇതേ ചാത്തരത്തിൽ കൂടി അക്ഷരം കൊണ്ട് വരച്ചു കാണിച്ചു. ദുരവസ്ഥയിലൂടെ കാറ്റ് മഴയിലേക്ക് നിരപ്പറ്റി കിടക്കുന്ന ആ അടിയാളച്ചാരുടെ മുമ്പിൽ നാടുന്നു. ആ കുടിനുള്ളിൽ ഒരനക്കം അവരെ ചെണ്ടുമാതിൽ നിലമാറുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന ചാത്തനെ കണ്ട് നാടു സ്തംഭിച്ചുപോയി. കുട്ടരോഗത്തിന് വടക്കാൻ വിഗ്രഹമാക്കിയ മുഖം കൊണ്ടുവന്നേ ആരെയും കണ്ട ഇല്ല ചത്ത, നിന്റെ രോഗം തീരാതിരാക്കിയല്ല. ഇത് മനോധികയാണ്. ഇത് പിടിച്ച് നീ 3 നേരവും കുടിക്കണം. ഈ അലക്കിയ വസ്ത്രങ്ങൾ മാറിയെടുക്കണം. വൃത്തിയായി ജീവിക്കണം. നിന്റെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും. നാളിന്റെ കൈത്തരം ആ ചെറുപ്പക്കാരന്റെ തോളിൽ പതിച്ചപ്പോൾ അവൻ കോഴിത്തെരിച്ചു. ഞാൻ പോട്ടെ ചാട്ട. അണയുന്ന ശ്രദ്ധയോടൊപ്പം തെങ്ങുത്തോപ്പോൾക്ക് അപ്പുറത്തേക്ക് നടന്നു പറയുന്ന നാടിനെ നോക്കി ആ ചെറുമ ചെറുക്കുന്നത് തേങ്ങി കരഞ്ഞു. അപ്പോഴും അവന്റെ മനസ്സിൽ ആ സ്നേഹത്തിന്റെ വാക്കുകൾ നടത്തിയാൻ വന്നു. ഉത്തരവം തീരാവ്യാധിയല്ല, അത് പൂർണ്ണമായും ഭേദപ്പെടും. അന്ന് ആ അടിയാഴ്ചയുടെ മുമ്പിൽ നിന്ന് ആ മഹാൻ പറഞ്ഞ വാക്കുകൾ ആധുനിക ശാസ്ത്രത്തിന് സത്യമാണ് തിരുത്തി കുറിക്കാൻ 1964 വരെ കാത്തിരിക്കേണ്ടി വന്നു. മലയാളക്കരയിൽ നാടക സമിതി അതിന്റെ പ്രചണ്ഡമായ പ്രചാരവേല ഏറ്റെടുത്തു. അവർ ഉറപ്പ് വിളിച്ചു പറഞ്ഞു, കുഷ്ഠരോഗം തീരാവ്യാധിയല്ല, അതിന് വൈദ്യശാസ്ത്രത്തിന് മുൻപിൽ നിരവധി തെളിവുകളുണ്ട്. 1 മാസം കഴിഞ്ഞു. നാടിന് സുഖമില്ല. വാർദ്ധപ്പള്ളിയെ കാരണവർ നോക്കുമ്പോൾ നാടിന് ശക്തമായ രക്താതിശായം. ചെമ്പടനയിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്ന് ഒരു വില്ലുവണ്ടി തെക്കോട്ട് നീങ്ങുന്നു. അതിൽ അമ്മാവനായ കൃഷ്ണന്റെ മടിയിൽ തലവെച്ച് തവന്നു നടക്കുന്നു വാണി. ചെമ്പടനയിലെത്തി. ആയുർവേദ പണ്ഡിതനായ അമ്മാവൻ അനന്തരവൻ ചികിത്സിച്ചു. നാളെ രോഗമോചിതനായി. പിന്നീട് വാർദ്ധപ്പള്ളിയിലേക്ക് മടങ്ങിയില്ല. കാരണം സംസ്കൃത നാടക കാവ്യാദികളിൽ അതീവ പാണ്ഡിത്യം നേടിയ നാളുവിന് പിന്നീട് ആവശ്യമില്ല. നാളുവേ ഇനിയിപ്പോ പഠിത്തം വേണ്ടെന്ന് വയ്ക്കുക. ഈ പറമ്പിൽ തന്നെ ഒരു പുരകെട്ടി ചുറ്റുവട്ടത്തുള്ള കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുക. ഓ അതാ വഴിവാഴകളുടെ പറമ്പിൽ ഒരു ഓലപ്പുര ഉയർന്നിരിക്കുന്നു. ഇരുളവന്റെ ചെമ്പഴി ഗ്രാമത്തിൽ ആ ഓലപ്പുര വിജ്ഞാനത്തിന് വെളിച്ചു നൽകുന്നു.
ഇന്ന് നേരം പിറന്നാൽ അക്ഷരമാലകൾ കൊണ്ട പദം തേടി ആകാശലോലവരെത്തും. അക്ഷരമാലകൾ കൊണ്ട പദം തേടി ആകാശലോലവരെത്തും. അറിവിന്റെ മനസ്സായി മുട്ടുകൾ തേടിയ കൊച്ചുവിടാതെ കൊണ്ടെത്തും. ചുറ്റുമുള്ള കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ പറഞ്ഞതുകൂടി നാടുഭക്തൻ നാടുവാശാനായി മാറി. പക്ഷേ നാട്ടുകാർ അവരെ പന്തികൾ കണ്ടുപിടിച്ചു. സന്ധ്യാവേളകളിൽ നാടുവാരിൽ കാണാതെ ചെറുമക്കുടികളിലെത്തും. ചെറുമക്കുടികളുടെ മൊത്തത്തെ ഓലക്കരകളിൽ ചെറുമക്കുഞ്ഞുകളെ പഠിപ്പിച്ച് അക്ഷരം പഠിപ്പിക്കും. അക്ഷരമറിയാതെ അവരാഗ്രഹം കാണുമ്പോൾ നാടുവിന്റെ മനസ്സ് വിടുന്നു. പരിഷ്കാരകരമെന്ന സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നും സാക്ഷരതയുടെ ശതമാനം എടുത്ത് നോക്കിയാൽ ലജ്ജ തോന്നും. ആ കാര്യത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന കൊച്ചു കേരളം തന്നെയാണ്. ഇപ്പൊ 100 പേരെടുത്ത് വച്ചാൽ 100 പേരും അക്ഷരം അറിയാം.